2 പതിറ്റാണ്ട് മുമ്പ് നഷ്ടപ്പെട്ട കൊയിലാണ്ടിയിൽ കോൺഗ്രസിന്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ഉറച്ച വിശ്വാസത്തിലാണ് UDF. എന്നാൽ 4 തിരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായുള്ള ജയവും കെ ദാസന്റെ മണ്ഡലത്തിലെ സ്വീകാര്യതയും വോട്ടായി മാറുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. ഇത്തവണ വോട്ട് ഉയർത്താനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് BJPയും. തീരപ്രദേശത്ത് നല്ലൊരു സമ്പർക്കമുള്ള ആളാണ് ദാസേട്ടൻ. ഇത് ദാസേട്ടനെങ്കിലും മുൻതൂക്കം ഉണ്ടെന്ന് നമുക്ക് മനസ്സ് പറയുന്നത്. ദാസേട്ടൻ അങ്ങനെയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ നാട്ടുകാർക്ക് ദാസേട്ടനാണ്. അദ്ദേഹത്തിന്റെ ഈ നാട്ടുകാരുമായുള്ള അടുത്ത ബന്ധം വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് LDF. ഒരാളല്ല, ഒരു വ്യക്തിനല്ല, ഒരു പ്രസ്ഥാനത്തിനാണ് ആൾക്കാർ നോക്കുന്നത്. ആ പ്രസ്ഥാനം മൊത്തത്തിൽ അധപതത്തിലേക്കല്ലേ പോകുന്നത്. അപ്പൊ പ്രവീൺ കുമാർ ജയിക്കും. കൊയിലാണ്ടിയിൽ UDF വരുന്നതാണ്, പ്രവീൺ കുമാർ വരുന്നതാണ്. പക്ഷേ ദാസേട്ടനിക്കാണ് മുൻപേ സ്വാധീനമുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു മാറിയെന്നുള്ളൊരു ഇതിലാണ്. വ്യക്തിക്കല്ല, നിലപാടുകൾക്കും രാഷ്ട്രീയത്തിനുമാണ് ഇത്തവണ വോട്ടെന്ന് പറയുന്നു മണ്ഡലത്തിലെ മറ്റൊരു വിഭാഗം ജനങ്ങൾ. മാറ്റം വേണമെന്ന ജനങ്ങളുടെ ഈ ചിന്തയിലാണ് UDFന്റെ ആത്മവിശ്വാസം. നീണ്ട 26 വർഷം കോൺഗ്രസ് കൈപ്പിടിയിൽ വെച്ച കൊയിലാണ്ടി 1996-ൽ P. വിശ്വനിലൂടെ CPM ചുവപ്പിച്ചു. 2001-ൽ P. ശങ്കരനിലൂടെ കോൺഗ്രസ് കൊയിലാണ്ടി തിരിച്ചുപിടിച്ചു. പക്ഷേ അത് അവസാനത്തെ ജയമായിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൊയിലാണ്ടി UDFന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. കൊയിലാണ്ടിയെ ഇത്തവണ മുറുക്കിപ്പിടിക്കാനാണ് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ കളത്തിലിറങ്ങിയിരിക്കുന്നത്. വിജയം ആവർത്തിക്കാൻ കെ ദാസനെ LDFും ഇറക്കുമ്പോൾ പോരാട്ടം തീപാറുന്നു. കൊയിലാണ്ടിയുടെ വികസന മുന്നേറ്റത്തിന് ആക്കം പകരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ KP അനിൽകുമാറിനെ 4139 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയാണ് LDFന്റെ കെ ദാസൻ വിജയിച്ചത്. 2016-ൽ ഭൂരിപക്ഷം 13,369 ഉയർന്നു. കഴിഞ്ഞ തവണ വിജയിച്ച കാനത്തിൽ ജമീലയ്ക്ക് 8,472 ഭൂരിപക്ഷം. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM അവകാശപ്പെടുമ്പോഴും തുടർ ഭരണത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമോ എന്ന ആശങ്ക LDFനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 തവണ MLA ആയ കെ ദാസനെ തന്നെ വീണ്ടും കൊയിലാണ്ടിയിൽ മത്സരരംഗത്തിറക്കാൻ CPM തീരുമാനിച്ചത്. 2 തവണ MLA, 2 തവണ മുനിസിപ്പൽ ചെയർമാൻ പദവികളിലൂടെ ദാസന് മണ്ഡലത്തിലുള്ള ബന്ധം വോട്ടായി മാറുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. ഇതുവരെയുള്ള അനുഭവ സമ്പത്ത് എനിക്കൊരു ഉൾക്കരുത്താണ്. അതെനിക്ക് ഊർജ്ജം പകരുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ പ്രവർത്തന രംഗത്തേക്ക് കടക്കും. ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജനകീയമായി എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ 25,000-ആണ് UDFന്റെ ഭൂരിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയ്യോളി നഗരസഭ നിലനിർത്തി. കൊയിലാണ്ടി നഗരസഭയിൽ സീറ്റ് ഇരട്ടിയാക്കി. മൂടാടി പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം. ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി, തിക്കോടി പഞ്ചായത്തുകൾ തിരിച്ചുപിടിച്ചു. ആ വലിയ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ കെ ദാസന് ഇത്തവണ പഴയ സ്വീകാര്യത ലഭിക്കില്ലെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യവും പതിവ് വിട്ട് കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കുന്നതും ഇത്തവണ കൊയിലാണ്ടിയിൽ തുണയാകുമെന്നാണ് UDF കണക്കുകൂട്ടൽ. കൊയിലാണ്ടിയിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു ബൂത്തിൽ കോൺഗ്രസ്സുകാർ തമ്മിൽ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ജോലി ഞാൻ ചെയ്യും. കോൺഗ്രസും ലീഗും പ്രവർത്തിക്കുന്നത് ഒരു പാർട്ടിയെ പോലെയാണ്. അതിനേക്കാളുപരി ആ മുന്നണി സംവിധാനത്തിന് പൊതുജന മനസ്സുള്ള പ്രതീക്ഷ. 2016-ൽ കൊയിലാണ്ടിയിൽ BJP വോട്ട് 22,556 ആയിരുന്നു. 21-ൽ അത് പക്ഷേ 16,555 കുറഞ്ഞു. ഇത്തവണ വോട്ട് ഉയർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ പറ്റുന്ന മണ്ഡലം തന്നെയാണ് കൊയിലാണ്ടി മണ്ഡലം എന്ന് പറയുന്നത്. 2 മനസ്സാണിപ്പോൾ കൊയിലാണ്ടിക്ക്. കെ ദാസനുമായുള്ള അവരുടെ വ്യക്തിപരമായ അടുപ്പം ഒരു വശത്ത്, ഇത്തവണ രാഷ്ട്രീയ മാറ്റം വേണമെന്ന ഉറച്ച ആഗ്രഹം മറുവശത്ത്. ഇതിൽ ഏതിന് മുൻതൂക്കം ലഭിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്തവണ കൊയിലാണ്ടിയിലെ ജയപരാജയം. TK ജോമിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.